നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നതനുസരിച്ച് കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആരോഗ്യ മേഖല ഉണ്ടായിട്ടും മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നു. തികച്ചും അടിസ്ഥാനരഹിതവും മുഖ്യമന്ത്രിയുടെ ശൈലി കടമെടുത്താൽ ശുദ്ധ അസംബന്ധവുമാണ് ആ ചോദ്യം. നമ്മുടെ ചങ്കിന്റെ ചങ്കായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കീഴിലുള്ള ലോകോത്തര നിലവാരമുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സിക്കാൻ തീരുമാനിച്ചു എന്ന് വെക്കുക. മുഖ്യമന്ത്രിക്ക് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നു എന്ന് വെക്കുക. അതിനായുള്ള കത്രിക അന്വേഷിക്കുമ്പോൾ അത് തൊട്ടു മുമ്പ് ശസ്ത്രക്രിയ ചെയ്ത സ്ത്രീയുടെ വയറ്റിലാണെന്ന് അറിയുന്നു എന്ന് വെക്കുക. അങ്ങനെ ശസ്ത്രക്രിയക്കിടയിൽ ചോദിക്കുന്ന ഓരോ ഉപകരണവും ഇപ്പോൾ എടുക്കാനില്ല, കിട്ടാനില്ല എന്ന് പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് മേടിക്കാൻ തുക അനുവദിക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ചു വരുന്നതായി, അറിയുന്നതായി, ആരോ ഒരാൾ പറയുന്നതായി, കേട്ടിട്ടുള്ളതാകുന്നു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ വീണ്ടും ഒന്ന് ആലോചിച്ചു നോക്കൂ. താൻ കിടക്കുന്ന മെഡിക്കൽ കോളേജ് ഒരു മെഡിക്കൽ കോളേജ് അല്ല, മെഡിക്കൽ കോളേജ് ആണ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുമ്പോൾ എന്താകും അവസ്ഥ? അങ്ങനെ ഏതെങ്കിലും ഒരു ആരോഗ്യമന്ത്രിക്കും അനാരോഗ്യ വകുപ്പിനും വെച്ച് പന്താടാനുള്ളതാണോ നമ്മുടെ മുഖ്യമന്ത്രി? അല്ല, അല്ല, 100 വട്ടം അല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരും PSC ചെയർമാനും അംഗങ്ങളും എല്ലാം അമേരിക്കയിലോ ആഫ്രിക്കയിലോ പോയി ചികിത്സിക്കേണ്ടവർ തന്നെയാണ്. മറക്കരുത്, മന്ത്രിമാരില്ലെങ്കിൽ നമ്മളുണ്ടോ, കേരളമുണ്ടോ? അതിനാൽ ഇത്തരക്കാർക്കെല്ലാം വിദേശ രാജ്യങ്ങളിൽ ചികിത്സയ്ക്ക് പോകാനുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് അടിയന്തരമായി എടുക്കേണ്ടത്. പണ്ട് ആലപ്പുഴയിൽ ഉണ്ണിയേട്ടന്റെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടന്റെ ഹോട്ടൽ പ്രശസ്തമാണ്. അവിടുത്തെ ഊണ് വളരെ നല്ലതാണെന്ന് കഴിക്കുന്നവർക്കെല്ലാം അഭിപ്രായമുണ്ട്. പക്ഷെ ഉണ്ണിയേട്ടൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഊണാണ് കഴിച്ചിരുന്നത്. അതുകൊണ്ട് എത്ര പ്രത്യേകതയുള്ള ആശുപത്രിയാണെന്ന് ആരൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം ജീവിതം വെച്ച് റിസ്ക് എടുക്കരുത്. നമ്മുടെ ആശുപത്രികളിൽ സാധാരണക്കാർ ചികിത്സിച്ച് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുവെച്ച് നമ്മുടെ ചികിത്സാ സംവിധാനത്തിന് മൊത്തത്തിൽ കുഴപ്പമാണ്, ഒരു വളർച്ചയും ഇല്ല എന്ന് ആരും പറഞ്ഞു കളയരുത്. മന്ത്രിയുടെ വാക്കുകൾ കേൾക്കുക. 2021 സർക്കാരിന്റെ സൗജന്യ ചികിത്സ നേടിയത് 2.5 ലക്ഷം ആളുകൾ. 3 വർഷങ്ങൾക്ക് ശേഷം 2024 സൗജന്യ ചികിത്സ നേടിയത് 6.5 ലക്ഷം ആളുകൾ. സത്യം പറഞ്ഞാൽ 3 വർഷം കൊണ്ട് ചികിത്സാ രംഗത്തുണ്ടായ ഈ വലിയ വളർച്ച കേട്ടിട്ട് അഭിമാനം കൊണ്ട് എഴുന്നേറ്റ് നിന്ന രോമം ഇതേവരെ താഴ്ന്നിട്ടില്ല. എന്തോ ഒരു സംശയം പക്ഷേ അപ്പോഴും ബാക്കിയാണ്. രോഗികൾ 1.5 ലക്ഷത്തിൽ നിന്ന് 3.5 ലക്ഷമായി വർദ്ധിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ നേട്ടമാണോ കോട്ടമാണോ? ഇതാണ് ആ സംശയം. 10 വർഷത്തെ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്ന മന്ത്രി അടുത്തതായി പറയുന്നത് എല്ലാം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നാണ്. ഭരിച്ച് 10 വർഷമായിട്ടും ഇത്രയ്ക്ക് അബദ്ധമായ സിസ്റ്റം മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പറ്റുന്നവരെ ഈ പണി ഏൽപ്പിക്കുന്നതാണ് നല്ലത്. ലോക സമാധാന സമ്മേളനത്തിനും സർക്കാരിന്റെ 4ാം വാർഷികത്തിനും മാറ്റിവെച്ച കോടികളുടെ ഏതെങ്കിലും ഒരു ശതമാനം മാറ്റിവെച്ചാൽ ആശുപത്രികളെ ഈ രോഗാവസ്ഥയിൽ നിന്ന് കരകയറ്റാം. അപ്പോൾ സിസ്റ്റം അല്ല പ്രശ്നം, ഒട്ടും സിസ്റ്റമാറ്റിക് അല്ല എന്നതാണ് പ്രശ്നം. എന്തൊക്കെയായാലും ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി ഒരു സമിതിയെ നിയമിച്ചു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷം. ഇതും കൂടി ചേർത്ത് ഞാൻ ഇതുവരെ നിയമിച്ച കമ്മിറ്റികളുടെ പഠന റിപ്പോർട്ടുകൾ എന്നൊരു പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്താൽ നല്ല വിൽപ്പനയായിരിക്കും. സ്വന്തം ഭരണത്തിന് കീഴിൽ പ്രതീക്ഷ വെക്കാത്ത ഭരണകർത്താക്കൾ ജനങ്ങളിൽ അതുണ്ടാക്കാം എന്ന് കരുതുന്നത് തികച്ചും മൗഢ്യമാണ്. എല്ലാ കാലത്തും ഭരണാധികാരികൾക്ക് നെല്ലിക്കാത്തളം അത്യുത്തമമാണ് എന്ന് ശാസ്ത്രം പറയുന്നു.